വിക്രമിന്റെയും മുത്തുവിന്റെയും വിക്രമിന്റെയും മുത്തുവിന്റെയും മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നെന്താ പരിപാടി മുത്തു? ഞായറാഴ്ചക്കല്ലേ, നമുക്ക് രണ്ടരക്ക് അടിച്ച് പിന്തിരിയാവാം. ഞായറാഴ്ച ആയതുകൊണ്ട് ബോച്ചയുടെ കള്ള് ഷാപ്പിൽ പോവാം. വിത്ത് കള്ള് ജൈവം എങ്ങനെയുണ്ടെന്ന് അറിയില്ല. പുള്ളി പറഞ്ഞ നേരിട്ട് തെങ്ങിന്ന് ചെത്തി ഇറക്കിയ കള്ളെന്നൊക്കെയാ പറഞ്ഞ. അതിനല്ലേ കൂളിംഗ് ഗ്ലാസ്. നോ പ്രോബ്ലം. എവിടെയാണ് വൈപ്പിന് എവിടെയുണ്ടല്ലേ? ഇവിടുന്ന് കൊച്ചിൻ സിറ്റിന്ന് ഒരു അരമണിക്കൂറുണ്ട് ഡ്രൈവ്. വൈപ്പിനാണ്, ടെക്നിക്കലി വൈപ്പിനാണ്. ഗൂഗിൾ മാപ്സിൽ നോക്കിയാൽ കിട്ടും. അതെ, ഞങ്ങൾ വിളിച്ചു പറഞ്ഞ സീറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ കാണാം. ബോച്ചയുടെ അടുത്ത് എത്തിട്ടോ. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ബോച്ചെ ഭോജനം അതാണ് പേര്. വിശാലമായ കാർ പാർക്കിംഗ് ഒക്കെ ഉണ്ട്. ഓക്കെ, സെറ്റ് അല്ലേ? കണ്ട നിക്കണ നിപ്പ് കണ്ട. അങ്ങനെ നമ്മൾ കള്ള് ഷാപ്പിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. Conquer the world with love. എല്ലാ സ്ഥലത്തും പുള്ളിന്റെ പല പല പ്രതിമകളുണ്ട്. അവിടെ ഇവിടെ ബോച്ചേനെ കാണാല്ലേ ബൈ, സൈഡ് ഒതുക്കിക്ക്. ലൈവ് ഫുഡൊക്കെ ഉണ്ട് കേട്ടോ, ലൈവ് ഫിഷ്. പിന്നെ വരുന്ന കള്ളപ്പം, പാലപ്പം, പൊറോട്ട, ചപ്പാത്തി, ഫ്രൈഡ് റൈസ്, നൂഡിൽസ്, ഫ്രൈ, ഒരു ഡെത്ത് പെപ്പർ റോസ്റ്റ്, ഒരു ബീഫ് കോഫി. കള്ള് നമുക്ക് വരുന്നത് 1 ലിറ്റർ മിനിമം. 2 ടൈപ്പ് ഉണ്ട്, മധുരക്കള്ളും ഉണ്ട്, അന്തിക്കള്ളു. അന്തിക്കള്ളു എന്ന് പറയുമ്പോൾ കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള, മറ്റേ കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള. ഫ്രഷ് രണ്ടും ഫ്രഷ് ആണ്. മറ്റേ സ്ട്രോങ് ആയിട്ടുള്ള താല്പര്യം ഉണ്ടെങ്കിൽ സ്ട്രോങ് ആയിട്ട് എടുക്കാം. കുറച്ച് മധുരം താല്പര്യമാണെങ്കിൽ മധുരം എടുക്കാം. ഒറിജിനൽ ആയിരിക്കും. രണ്ടും ഒറിജിനൽ. കള്ളിന്റെ കാര്യത്തിൽ നമുക്ക് നോ കോംപ്രമൈസ്, 100%. ഹാപ്പി അല്ലേ? ഇതുവരെ വളരെ ശരിയാണ്. നിങ്ങൾ പിടിക്കണ്ടാ, വണ്ടി പിടിക്കാനാണ്. മുത്തുവിന്റെ സന്തോഷം നോക്കിയ ഗൈസ്, ചിരി നോക്കിയാ മുമ്പേ. കഷ്ടപ്പെട്ട് പുള്ളി മറച്ചു വയ്യാണ് വീഡിയോ എടുക്കുന്നതുകൊണ്ട്. മിൽക്കി മിസ് ഇതാണ് അതിന്റെ ഒരു രീതി. കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അവസാനം ആര് കള്ളു കുടിച്ചു? കണ്ടു കാണുന്നുണ്ടല്ലോ അല്ലേ? ഇവിടെ നിന്ന് റെസ്റ്റോറൻറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഉണ്ടല്ലോ ബോച്ചയുടെ ഒരു മത്സ്യ വളർത്തൽ കേന്ദ്രം ഉണ്ട് കേട്ടോ. ഇതുണ്ടോ, ഇവിടെ എന്തോ ഒരു വഞ്ചി പോലൊരു സാധനമുണ്ട്. ബോച്ചയുടെ പടമുണ്ട്. ചെമ്മീങ്കട്ടാന്ന് തോന്നല്ലേ? ഇതിന് തൊട്ടടുത്ത് തന്നെയാണ്. ഇതൊക്കെ ഫാമിലി കോട്ടേജുകളാണ്. ഇവിടെ ഇങ്ങനെ ഒരു പെഡൽ ബോട്ട് സിസ്റ്റം ഒക്കെ ഉണ്ട് കേട്ടോ. ആൾക്കാർ അവിടെ പെഡൽ ബോട്ടിലൊക്കെ വരുന്നുണ്ട്. തള്ളണോ?
നിങ്ങൾക്ക് കുൽഫി ഐസ്ക്രീം ഒക്കെ ഒരു വീക്ക്നെസ് ആണെന്ന് തോന്നുന്നല്ലേ? എല്ലാം. അങ്ങനെ നമ്മള് നേരെ ബോച്ചയുടെ കള്ള് ഷാപ്പിൽ നിന്ന് കള്ളൊക്കെ കുടിച്ച് ഫിറ്റായി പുറത്തിറങ്ങി ഗൈസ്. ഞാൻ കുടിച്ചിട്ടില്ല കേട്ടോ, ഡ്രൈവ് ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ല. എങ്ങനെയുണ്ടായിരുന്നു? കൊള്ളാം, നല്ലൊരു സെറ്റപ്പ്, വെൽ തോട്ട് ഔട്ട്, നല്ല വെൽ പ്ലാൻഡ്, വെൽ പൊസിഷൻഡ്, സർവീസ് ഒക്കെ അടിപൊളി, ഫുഡ് അടിപൊളി. പിന്നെ റേറ്റും വലിയ കാര്യമായിട്ട് കൂടുതൽ എന്ന് പറയുന്നത് റീസണബിൾ റേറ്റ് ആണ്. പിന്നെ ഫാമിലിക്കൊക്കെ വരാൻ പറ്റിയ ഒരു വൈബാണ്, സേഫ് ആണ്. ഒത്തിരി ഫാമിലീസ് നമ്മൾ കണ്ടുവരുന്നതും ഒക്കെ. അത് നല്ലൊരു ഡിഫറൻസ്. സൺഡേ ആയതുകൊണ്ട് ഫുള്ളാണ്. അതെ, ഫുള്ളാണ്. പാർക്കിംഗ് ഫുള്ള്. ഈ നമ്മൾ ഈ വഴിയിലോട്ട് വരുമ്പോ നമ്മളായിരിക്കും അയ്യോ ഇത് ചെറിയ വഴിയാണല്ലോ എന്ന് ആയിരിക്കും, പക്ഷെ അത് പേടിക്കണ്ട, പെട്ടെന്ന് തന്നെ അതിനകത്ത് പോയി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ പാർക്കിംഗ് ഒക്കെ ഉണ്ട്, അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നുമില്ല. കോട്ടയം ബൈപ്പാസിന്റെ അവിടെ ഫ്രീ ബോട്ടിങ്, പിന്നെ മീൻ വളർത്തൽ, അതെ അവർ ചെറിയ പാർക്ക് പോലത്തെ ഒരു അറേഞ്ച്മെന്റ്സ്, പിന്നെ ബോച്ചയുടെ മീൻ വളർത്തൽ കേന്ദ്രം. സംഭവം രസമാണ്. ഒരു പ്രാവശ്യം വന്ന് നമുക്ക് ഫാമിലിക്ക് ആയിട്ട് ഒന്ന് കറങ്ങി പോകാൻ പറ്റിയൊരു സാധനമാണ്. സിറ്റിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു അരമണിക്കൂർ ഡ്രൈവ് ഉണ്ടെന്നുള്ളതേ ഉള്ളൂ, പക്ഷെ അത് പ്രശ്നമല്ല. അതെ, ഞങ്ങൾ കുറെ പ്രാവശ്യം ഇങ്ങനെ വരണം എന്ന് വിചാരിച്ച് ഇങ്ങനെ ഇന്നാണ് അതിനൊരു സമയം കിട്ടിയത്. എല്ലാരും അപ്പൊ ഫാമിലി ആയിട്ട് വന്ന് ബോച്ചയുടെ കള്ള് ഷാപ്പ് വിജയിപ്പിക്കുക. നമ്മുടെ നാട്ടുകാരാണ്, തൃശ്ശൂർക്കാരനാണ്. കോൺകർ ദ വേൾഡ് വിത്ത് ലവ്. അപ്പൊ അടുത്ത എപ്പിസോഡിൽ കാണാം. ഓക്കെ, ബൈ. I want to reach 1 million likes. So please subscribe. Okay, thank you. Thank you, Padina.